بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 2023 അർദ്ധവാർഷിക പരീക്ഷയിലെ അഖ്ലാഖിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക. ലൈലത്തുൻ ബായഅ ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് ബൈഅത്ത് ചെയ്ത രാത്രി. ഏത് രാത്രി? ലൈലത്തുൽ അഖബ, ലൈലത്തുൽ ഖദർ. അതിൻ്റെ ഉത്തരം ലൈലത്തുൽ അഖബയാണ്. 2, ഹസ്ലത്തുൻ നഫീസത്തുൻ ലാ തുഖദ്ദറു ഖീമത്തുഹ. വില നിശ്ചയിക്കാനാകാത്ത അമൂല്യമായ കാര്യം ഏതാണ്? അൽ ദഹബു, സ്വർണം, അൽ വഖത്തു, സമയം. ഇതിനകത്ത് ഉത്തരം അൽ വഖത്തു എന്നുള്ളതാണ്. ചോദ്യം 3, തഹ്സീനുൽ ബവാത്തിനി മാ തഹ്സീനി അമാലിൽ ലവാഹിരി. നമ്മുടെ പ്രത്യക്ഷമായ കാര്യങ്ങൾ, പ്രവർത്തികൾ നന്നാക്കുന്നതിനോടുകൂടെ ഉള്ളും നന്നാക്കുന്നതിനാണ് പറയുന്ന പേരെന്താണ്? അൽ ഇഹ്സാൻ, അൽ ഇക്റാം. അൽ ഇഹ്സാൻ എന്നാണ് ആൻസർ. 4, ഇദ്ദത്തുൻ ദറാഹിമ വജദഹ റജുലു അല്ലദീ ഖതഅ ശജറത തഹ്ത സജ്ജാദതിഹി. മരം മുറിച്ച ആളുടെ മുസല്ലയുടെ അടിയിൽ ഉണ്ടായിരുന്ന ദിർഹമിൻ്റെ എണ്ണം. അറബഅത്തുൻ 4, സലാസത്തുൻ 3. അറബഅത്തുൻ 4 ആൻസർ. 5, ശുക്രുൽ മുൻഇമി. അനുഗ്രഹം ചെയ്തതിന് നന്ദി ചെയ്യൽ. സുന്നത്തുൻ, സുന്നത്താണ്. വാജിബ്, നിർബന്ധമാണ്. വാജിബ് നിർബന്ധമാണ് എന്നുള്ളതാണ് ആൻസർ. അജിബ് ബി ജുംലത്തിൻ വാഹിദത്തിൻ. ഒറ്റവാക്കിൽ ഉത്തരം എഴുതും. 6ാമത്തെ ചോദ്യം, ബി മുതാബഅത്തി മൻ തഹ്സുലു സആദത്തു ദാറൈൻ. 2 വീട്ടിലെയും വിജയം കരസ്ഥമാക്കൽ ആരെ പിൻപറ്റൽ കൊണ്ടാണ്? അതിൻ്റെ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ കൊണ്ട്. 7, മാഹിയ ലിദ്ദുൽ അമാനത്തി. അമാനത്ത് എന്നതിൻ്റെ വിപരീത പദം അൽ ഖിയാനത്തു എന്നുള്ളതാണ്. 8, മൻ ഹുവ ഫി ദറക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിൻ്റെ അടിയിലെ തട്ട്. അത് ആർക്കുള്ളതാണ്? മുനാഫിക്കുൻ, കപടവിശ്വാസിക്ക് ആണ് നരകത്തിലെ അവസാനത്തെ ഏറ്റവും താഴത്തെ തട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, മാതാ യുസമ്മ ഇൽമുൽ ഇഹ്സാൻ. ഇൽമുൽ ഇഹ്സാനിന് പറയപ്പെടും എന്തെന്ന്? ഇൽമു തസവുഫ്. ഇൽമു തസവുഫ് എന്ന് പറയപ്പെടും. 10, കം നൗഅൻ അന്നാസു ബിഇഅ്തിബാരിൽ ഔഖാത്ത്. സമയത്തെ പരിഗണിക്കൽ കൊണ്ട് ജനങ്ങൾ എത്ര വിഭാഗമാണ്? 3 വിഭാഗം. 11, തമ്മിം, പൂർത്തിയാക്കി എഴുതുക. കുല്ലിങ്കുന്തും തുഹിബ്ബൂനല്ലാഹ ഡാഷ് ലക്കും ദുനൂബക്കും. കുല്ലിങ്കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നാണ് പൂർത്തിയാക്കി എഴുതേണ്ടത്. 12, തർജിമ എഴുതാൻ. താഴെ ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പരിഭാഷ എഴുതാൻ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ വ ഇദാ വഅദ അഖ്ലഫ വ ഇദാ തുമിന ഖാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുനാഫിക്കിൻ്റെ അടയാളങ്ങൾ 3 ആകുന്നു. സംസാരിച്ചാൽ കളവ് പറയുക, കരാറ് ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. 13ാമത്തെ ചോദ്യം, വഖുതുബിൽ മാന. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എഴുതുക. ഗായത്തുൻ, ലക്ഷ്യം. കബീഹത്തുൻ, മോശമായത്. ഹുഖൂഖുൻ, ബാധ്യതകൾ. ഫഅസുൻ, കോടാലി. അജിബ്. 14ാമത്തെ ചോദ്യം, മാതാ അജാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലി സുആലി ജിബ്രീൽ അലൈഹിസ്സലാം അനിൽ ഇഹ്സാൻ. ഇഹ്സാനിനെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത്? അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ആരാധിക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ തീർച്ചയായും കാണുന്നുണ്ട്.
15 മാതാകാല ഈസാ അലൈഹിസ്സലാം അനിസാത്തി, സമയത്തെ സംബന്ധിച്ച് ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? കാല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദുനിയ സലാത്തു സആത്തിൻ, ഈസാ നബി അലൈഹിസ്സലാം സമയത്തെ പറ്റി പറഞ്ഞു, സമയം 3 രീതിയിലാണ്. ഒന്ന് സാഅത്തുൻ ഖദ് മദത്, കഴിഞ്ഞു പോയ സമയം. വ സാഅത്തുൻ ലാ തദ്രി അതുദ്രികുഹ അംല, മറ്റുള്ളൊരു സമയം അത് എത്തിക്കുമോ ഇല്ലയോ എന്നറിയില്ലാത്ത സമയം. വ സാഅത്തുൻ, മൂന്നാമത്തെ സമയം ഏതാണ്? അന്ത ഫീഹ, നമ്മൾ നിലകൊള്ളുന്ന സമയം. ഫഗ്തനിബ, അതിനെ മുതലാക്കണം. ഫലാ തുളയ്യിഹ, അതിനെ പാഴാക്കാൻ പാടില്ല. 16 ഉഖ്തുബ അർബഅത ഉമൂരി മിമ്മാ ബായഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു ലൈലത്തുൽ അഖബത്തി, ലൈലത്തുൽ അഖബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ബൈഅത്ത് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം? 4 കാര്യങ്ങൾ എഴുതാൻ. 1 മോഷ്ടിക്കാതിരിക്കുക, 2 വ്യഭിചരിക്കാതിരിക്കുക, 3 സന്താനങ്ങളെ കൊല്ലാതിരിക്കുക, 4 നന്മകൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുക. 17 ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഇൻസാനൻ മാദാ യകൂനു ഹാലുഹു, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ എന്താകും അവൻ്റെ അവസ്ഥ? അതിൻ്റെ ഉത്തരം, നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് കൊടുക്കും, അള്ളാഹു അവനെ സഹായിക്കും, പദവി ഉയർത്തിക്കൊടുക്കും, ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും. 18 മനി സലാസത്തുല്ലദീന ഇബ്തലാഹുമുൽ മലക്കു വമാ ഉഅ്തു മിനൽ അംവാൽ, മലക്ക് പരീക്ഷിച്ച 3 ആളുകൾ ഏതെല്ലാം? ആ 3 ആളുകൾക്ക് കൊടുത്ത സമ്പത്തുകളും ഏതെല്ലാം? 1 അബ്റസ്, വെള്ളപ്പാണ്ടുകാരൻ, അയാൾക്ക് കൊടുത്തത് ഒട്ടകമാണ്. 2 അക്ര, കഷണ്ടിക്കാരൻ, അയാൾക്ക് കൊടുത്ത സമ്പത്ത് പശുവാണ്. 3 അഅമ, അന്ധൻ, അയാൾക്ക് കൊടുത്തത് ആടിനെയാണ്. 19ാമത്തെ ചോദ്യം, മൽ ഫർഖു ബൈനൽ അമീനി വൽ ഖായിനി വമാ ഫളീലത്തുൽ അമാനത്തി, വിശ്വസ്തൻ്റെയും വഞ്ചകൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ത്? അതേപോലെ അമാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ത്? ജനങ്ങളുടെ അടുക്കൽ വിശ്വാസമുള്ള ആളാണ് അമീൻ, അവനെ എല്ലാവരും ബഹുമാനിക്കും. ജനങ്ങളുടെ അടുക്കൽ വെറുക്കപ്പെടുന്ന ആളാണ് വഞ്ചകൻ, അവനെ എല്ലാവരും നിന്ദിക്കുന്നതാണ്. അമാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇനി പറഞ്ഞത്. 2 ചോദ്യമായിട്ടാണത്. അമാനത്ത് ശ്രേഷ്ഠമായ ഒരു വിശേഷണമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമാനത്തുണ്ടാകണം. എല്ലാ മനുഷ്യരും അമാനത്തുള്ളവരായിത്തീരണം. അമാനത്തില്ലാതെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ചോദ്യം 20 ഉഖ്തുബിൽ വാഖിഅത, സംഭവം എഴുതുക. എന്താണ് സംഭവം? ഷഹിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്നത്തി ലിറജുലി മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സാക്ഷി. ഈ സംഭവം എഴുതുക. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് സലാം പറഞ്ഞു. പിറ്റേ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞു. അന്നും അയാൾ തന്നെ വന്നു. 3ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞു. അപ്പോഴും അയാൾ തന്നെ വന്നു. സഹാബാക്കൾക്ക് അത്ഭുതമായി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഏത് അമലാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുള്ളത്? അദ്ദേഹം ധാരാളം അമലുകളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ല, പ്രത്യേകിച്ച് ഒരമലുകളുമില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സഹോദര, നിങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ അഹ്ലുകാരനാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോൾ താങ്കളുടെ അമലുകളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. താങ്കൾ മുഖ്യമായ പ്രത്യേകമായ അമലൊന്നും ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ മഹത്തായ സ്ഥാനം ലഭിച്ചത്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, നിങ്ങൾ കണ്ടതിനേക്കാൾ മറ്റ് അമലുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിൽ ഇന്നേ വരെ മുസ്ലിങ്ങളിൽപ്പെട്ട ആരോടും വഞ്ചനയോ അസൂയയോ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇതാണ് ആ സംഭവം.